ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ മാഷോട് പറയാണ്, വിക്രം ഒരുപക്ഷെ അന്നത്തെ ആ ഒരു കേസ് അത് സ്വയം ഏറ്റെടുത്തതാണെങ്കിലോ എന്ന് പറയാണ്. അപ്പം മാഷ് പറയാണ്, അവനത് പിന്നീടും നിഷേധിച്ചിട്ടില്ലല്ലോ എന്ന് പറയണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് അന്ന് അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലായിരുന്നു അച്ഛാ. അന്നത്തെ ദിവസം അച്ഛനെ പോലീസ് കൊണ്ടുപോകണ്ടെന്ന് കരുതി വിക്രം ആ കേസ് ആ കുറ്റം സ്വയം ഏറ്റെടുത്തതാണെങ്കിലോ എന്ന് വേദ പറയുകയാണേ. ഈ സമയത്ത് കമലാമ്മ ഇത് കേട്ടുകൊണ്ട് ചായയും കൊണ്ടുവരാണ് കേട്ടോ. എന്നിട്ട് ചായ വേദയ്ക്ക് കൊടുക്കുകയാണേ. അപ്പോൾ വേദ ചായ കുടിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ ഉണ്ടെന്നാണ്. വിക്രം അത് മടിക്കുന്നുണ്ട് ആരാണത് ചെയ്തതെന്ന് പറയാനായിട്ട്. ഒരിക്കലും വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. കമലാമ്മ മാഷേ എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ മാഷക്കും എന്തോ ഒരു സംശയം പോലെ തോന്നാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തോ എനിക്കത് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ വിക്രത്തിന് അത് ഏറ്റെടുക്കാതെ നിവർത്തിയുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് തുറന്നു പറയാനായിട്ട് അത് ചെയ്തത് ആരാണെന്ന് അറിഞ്ഞപ്പോഴായിരിക്കും വിക്രം അത് തുറന്നു പറയാതിരുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് കമലാമ്മ പറയാണ്, വേദേ മോളെന്താ പറഞ്ഞു വരുന്നത് ചോദിക്കാൻ കേട്ടോ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ വിക്രം കുറ്റം ചെയ്തിട്ടില്ല എന്നാണോ? എന്തായാലും ഞാൻ ആ കേസിൻ്റെ പുറകെയാണ്, ഞാൻ ആ സത്യം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് വേദ പോവുകയാണേ. അപ്പോൾ കമലാമ്മ ഇങ്ങനെ ഇരുന്നിട്ട് മാഷോട് പറയണം, മാഷേ വേദ പറഞ്ഞതൊക്കെ സത്യമാണോ? വിക്രം ആ കുറ്റം ചെയ്തിട്ടില്ലേ? വിക്രം ആർക്കെങ്കിലും വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തതാണോ? ചെയ്യാത്ത കുറ്റത്തിനാണോ വിക്രം ജയിലിൽ പോയത് എന്നൊക്കെ ചോദിക്കുകയാണേ. മാഷ് പറയും, എനിക്കറിയില്ല കമല, എനിക്കറിയില്ല. ആ കുട്ടി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ കമലാമ്മ ചോദിക്കുകയാണ്, മാഷ് ഇത്രയും നാളും വിക്രമിനെ അകറ്റി നിർത്തിയത് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണോ എന്ന് ചോദിക്കുമ്പോൾ മാഷക്ക് പെട്ടെന്ന് വല്ലാത്തൊരു അവസ്ഥ വരാണ് കേട്ടോ. അപ്പം മാഷിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് സ്വയം ന്യായീകരിക്കുന്ന പോലെ പറയുകയാണേ, ഇല്ല അതൊരിക്കലുമല്ല, അവൻ ആ കുറ്റം ഏറ്റു പറഞ്ഞതല്ലേ. മാത്രമല്ല ജയിലിൽ വന്നതിന് ശേഷം അവൻ സ്വയം തിരുത്താൻ തയ്യാറാവാതെ അവൻ്റെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാത്ത തെറ്റല്ല. ആ കുട്ടി അവനോടുള്ള സ്നേഹം കൊണ്ട് എന്തിനൊക്കെയോ ഇറങ്ങി പുറപ്പെടുകയാണ് എന്നൊക്കെ മാഷ് പറയുകയാണേ. പിന്നെ രാത്രി വിക്രമിനായിട്ട് വേദ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്നാലും ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാണ് ഇത്ര നാൾ ശിക്ഷ അനുഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നത്, എടി ഞാൻ ആ കേസ് പണ്ടേ വിട്ടതാണ്. അതിൻ്റെ ശിക്ഷയും വിധിയും എല്ലാം കഴിഞ്ഞ് ഞാൻ ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇനി വെറുതെ ആവശ്യമില്ലാണ്ട് അതൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും ചെയ്യാത്ത കുറ്റത്തിനെയും ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ നിങ്ങൾക്ക് മാറി കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസ് കുത്തിപ്പോക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞു, നിനക്ക് എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല, നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും എനിക്കത് അറിഞ്ഞേ പറ്റൂ, ആരാണ് അതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് ഒക്കെ പറയും കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, നീ എന്തിനാണ് വെറുതെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? നീ അങ്ങനെ അന്വേഷിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനത് വെറുതെ തമാശയ്ക്കൊന്നുമല്ല. എല്ലാ കാലം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചിട്ട് ഇങ്ങനെയായി നടക്കാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെ ന്യായീകരിക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കുന്നവരും ഈ വീട്ടിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ നിങ്ങളോട് മനസ്സിൽ പുറമേ അച്ഛൻ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ നിങ്ങളോട് അച്ഛന് ദേഷ്യമൊന്നുമില്ല. അതെനിക്ക് നന്നായി അറിയാം. പിന്നെ ജയിലിൽ വന്നതിന് ശേഷം നിങ്ങളെ ആ ശ്രീനിവാസൻ രക്ഷപ്പെടുത്തിയതിന് ശേഷം അയാൾ ശരിക്കും നിങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് നിങ്ങളെ കൊണ്ട് പല പല കുറ്റങ്ങൾ അയാൾ ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ജീവിതം ഈ രീതിയിലായി തീരാനായിട്ട് കാരണമായത്. അതാണ് ആദ്യം നിർത്തേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നത്, നീ പറഞ്ഞ് തലയിൽ കയറി പോവുകയാണ്. കുറച്ച് നേരം മിണ്ടാണ്ട് എന്നൊന്ന് വിചാരിച്ചിട്ട് നീ അങ്ങ് എൻ്റെ തലയിൽ കയറി നിരങ്ങാമെന്ന് വിചാരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകിൽ കൂടെ പോകണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ കാര്യത്തിൻ്റെ പിന്നിൽ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാനിതിൻ്റെ സത്യം തെളിയിക്കും. ഉറപ്പായിട്ടും ഇതിൻ്റെ സത്യം ഞാൻ തെളിയിച്ച് നിങ്ങളോട് അത് വിളിച്ച് പറയും. അന്ന് ആ സത്യം തെളിയിച്ച് ഞാൻ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാവണം കേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണേ. പിന്നെ കമലാമ്മ വേദ ഇങ്ങനെ പോകണമെന്ന് വിളിക്കാനായിട്ടോ, മോളെ വേദേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോള് പറഞ്ഞത് ശരിയാണോ? വിക്രം ചെയ്യാത്ത തെറ്റിനാണോ ഇത്രയും വർഷം ജയിലിൽ കിടന്നത്? അയ്യോ അമ്മേ, എനിക്കതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അതിന് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണേ. അല്ല, മോള് പറഞ്ഞതുപോലെ അന്ന് മാഷയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. മാഷെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ കുറ്റം ഏറ്റെടുത്തതെങ്കിലൊന്ന്
എനിക്കും ഒരു സംശയമുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയണം, അത് എനിക്കും സംശയമുണ്ട്, പക്ഷെ അതൊക്കെ തെളിയിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. മാത്രമല്ല വിക്രം അത് തുറന്നു പറയുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ പോവുകയാണേ. അപ്പോഴേക്കും വേദന കൈ പിടിക്കുകയാണ് കേട്ടോ. മോളെ വേദയെന്ന് പറഞ്ഞിട്ട് പിടിച്ചിങ്ങനെ വീണ്ടും തൻ്റെ അടുത്തേക്ക് നിർത്താണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ ചില സാഹചര്യങ്ങളിൽ മോളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അകൽച്ച കാണിച്ചിട്ടുണ്ട്. മോൾ എന്നോട് ക്ഷമിക്കണം. മോളുടെ അമ്മ മോളെ തിരികെ വീട്ടിലേക്ക് വിട്ടു തരണമെന്ന് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ നിന്നെ കുറച്ച് നാളായിട്ട് മാറ്റി നിർത്തിയിരുന്നത്. പക്ഷേ എനിക്കതിൽ നല്ല വിഷമമുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കറിയാം അമ്മേ, അമ്മയ്ക്ക് മനസ്സിൽ എന്നോട് ദേഷ്യ വിഷമം ഒന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മ ആലോചിച്ച് ടെൻഷൻ അടിക്കുക വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് അമ്മനോട് യാതൊരുവിധ വിഷമവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കോടതി മുറ്റത്ത് ദർശൻ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ പറയും, എനിക്കൊരു ചായ ആവട്ടോ എന്ന് പറയും. അതിനെന്താന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേദയും ഒരു ചായ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നെന്താ വല്ല കേസുണ്ടോ? ഏയ് ഇന്ന് കേസൊന്നുമില്ല, ഞാൻ ചക്രപാണി സാറിൻ്റെ ഒരു വാദമുണ്ട്, അപ്പോൾ അതൊന്ന് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്ന് പറയും. അപ്പോൾ ദർശൻ പറയും, എന്തായാലും ചക്രപാണി സാറിൻ്റെ കൂടെ പ്രാക്ടീസ് തുടങ്ങിയല്ലോ, അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. ഒരു കേസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും പറ്റിയല്ലോ. അപ്പോൾ പിന്നെ ചക്രപാണി സാർ അങ്ങനെ ജൂനിയർക്കൊന്നും കേസ് പെട്ടെന്ന് കൊടുക്കുന്നതല്ല. എന്നാലും വേദയ്ക്ക് ഭാഗ്യമുണ്ട്, ഒരു കേസ് കിട്ടിയല്ലോ. ആ കേസ് ഞാൻ ചോദിച്ചു മേടിച്ചതല്ലേ. ആണോ എന്ന് പറയട്ടെ. അപ്പം അതെ, അത് ഞാൻ ചോദിച്ചു മേടിച്ചതാ. ഒരു ദിവസം ആ ഒരു കാര്യത്തിന് വേണ്ടി ശ്രീയേട്ടനെ കാണാൻ ചെന്നപ്പോൾ ശ്രീയേട്ടൻ എന്നെ വല്ലാതെ അപമാനിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ കേസ് വാദിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചക്രപാണി സാറോട് പറഞ്ഞ് ഈ കേസ് ഈശ്വരൻ്റെ കേസ് വാദിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, വേദ ആ കേസ് ജയിച്ചെന്ന് കേട്ടപ്പോഴും എനിക്ക് സന്തോഷം തോന്നി, ഒപ്പം സങ്കടം തോന്നി. അതെന്താന്ന് ചോദിക്കട്ടോ. അല്ല, വേദയെ പോലെ ഒരാൾ എൻ്റെ ജൂനിയർ ആയിട്ടുണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എനിക്കും അങ്ങനെ ആയിരുന്നു ആദ്യ ആഗ്രഹം, പക്ഷേ നമ്മളെ വീട്ടുകാർ തമ്മിൽ അതൊരു വലിയൊരു പ്രശ്നത്തിന് ഇടവരും. അതുകൊണ്ടാണ് ഞാൻ ചക്രപാണി സാറിൻ്റെ കൂടെ തന്നെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തതെന്നൊക്കെ പറയും. അപ്പോൾ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ദർശൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, കേസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നിയാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. അതിനെന്താ, ഓൾവേസ് വെൽക്കം. വേദയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഞാൻ തരാമെന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, ഇപ്പം ഞാനൊരു ഹെൽപ്പ് ചോദിക്കാനാണ് വന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കും കേട്ടോ. അത് വിക്രമിൻ്റെ ആയൊരു കേസ് ഉണ്ടല്ലോ, ആ കേസിൽ എനിക്ക് ദർശൻ്റെ കുറച്ച് ഹെൽപ്പ് വേണം. അപ്പോൾ ദർശൻ ചോദിക്കും, യുമീൻ അന്ന് വിക്രം ജയിലിൽ പോയതാണോ? അതെ, എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് ദർശൻ്റെ കുറച്ച് ഹെൽപ്പൊക്കെ വേണം. അന്ന് വിസ്തരിച്ച സാക്ഷികളൊക്കെ ആയിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. അതിനെന്താ, ഞാൻ സഹായിക്കാം എന്നൊക്കെ ദർശനം പറയുന്നുണ്ട്. പിന്നെ ശങ്കരനാരായണൻ വന്നിട്ട് കാപ്പി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ പത്മ. അപ്പോൾ നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അമ്മ എന്തേലും ചോദിക്കും. അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയിരിക്കുക, സപ്താഹ വായനയല്ലേ, എപ്പോഴും അമ്മ അമ്പലത്തിൽ തന്നെയാണല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം എന്തായാലും സാറില്ല, അതിൻ്റെ ഗുണങ്ങളൊക്കെ കാണാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താന്ന് ചോദിക്കട്ടോ പറഞ്ഞു. അല്ല, വേദ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങിയില്ലേ, അത് കുറച്ച് നാളായില്ലേ എന്ന് ചോദിക്കും. പ്രാക്ടീസ് തുടങ്ങി, പക്ഷെ ഞാൻ വിചാരിച്ചു വിശ്വൻ്റെ കേസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന്. പക്ഷെ അല്ല, കോടതിയിൽ ഒരു സംസാരമുണ്ട്, അവൾ മജിസ്ട്രേറ്റ് ആവാനായിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആണോ? അത് വളരെയധികം സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചത് അതല്ലേ, ശങ്കരേട്ടനും ആഗ്രഹിച്ചിട്ടില്ലേ അതൊക്കെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അവൾ ജീവിക്കുന്നുണ്ട്. എവിടെയായാലും നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ അവൾ എത്തിപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയും കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതെന്താ അങ്ങനെ പറഞ്ഞത്? തോൽപ്പിക്കാനോ? എന്തിനാ? അല്ല, എന്നോടുള്ള വെല്ലുവിളിയായിട്ടാണ് അവളങ്ങനെ ചെയ്യുന്നതെങ്കിലോ? എന്ത് വെല്ലുവിളി? അല്ല, ഞാൻ എൻ്റെ മുന്നിലൊരു കേസ് തെളിയിച്ച് കാണിച്ച് തന്ന് ഇനി നമ്മളോടുള്ള വെല്ലുവിളിയായിട്ട് അവൾ ഇങ്ങനെ മജിസ്ട്രേറ്റ് ആവാനൊക്കെ തീരുമാനിക്കുന്നതാണെങ്കിലോ എന്ന് എനിക്കൊരു സംശയം. കാരണം എൻ്റെ മുന്നിൽ കോടതിയിൽ കുറേ തവണ വന്നു നിന്നിട്ടുള്ള അവൻ്റെ ഭാര്യയല്ലേ അവളിപ്പോൾ. മാത്രമല്ല ഞാൻ അവളെ ജയിലിലേക്ക് അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാം കേട്ടോ. എന്തായാലും ശങ്കരേട്ടൻ്റെ മനസ്സിൽ വേറെ എന്തോ വിഷമമുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ നടന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസിൻ്റെ അടുത്ത് വിക്രം ഇരിക്കുകയാണ് കേട്ടോ. വിക്രം എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് ശ്രീനി സാർ ചോദിക്കുമ്പോൾ സുധ പറയുന്നുണ്ട്, പുതിയ അധികാരം ഏറ്റെടുക്കുന്നതിൻ്റെ ടെൻഷനായിരിക്കും. ടെൻഷനൊന്നുമില്ല, എന്നാലും എന്തോ ഒരു പ്രശ്നം പോലെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, ശ്രീകാന്തിനെ നേരിടേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണോ? അതൊന്നുമല്ല,
യൂണിയൻ നേതാവായി നിന്നെ നിയമിക്കാനായിട്ട് പാർട്ടി തന്നെ തീരുമാനിച്ചതാണ്. അത് നീ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അതൊന്നുമല്ല, എനിക്കെന്തായാലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാലും ഞാനതിന് പ്രാപ്തനാണോ എന്ന് ഒരു സംശയം എന്ന് പറയട്ടെ. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ തന്നെയാണ് അതിന് പ്രാപ്തനായിട്ടുള്ള ആൾ. പാർട്ടി ഒന്നടങ്കം പറഞ്ഞതും നിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ യൂണിയൻ നേതാവായിട്ട് നീ തന്നെ വേണം വരാൻ എന്നൊക്കെ പറയുകയാണേ. അതിനുശേഷം പറയുന്നുണ്ട്, മാത്രമല്ല ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ഒരു ഉദ്ഘാടനമൊക്കെ വെച്ചിട്ടുണ്ട് യൂണിയൻ നേതാവിനെ തീരുമാനിക്കുന്നതിൻ്റെ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നീ തന്നെയാണ്. അയ്യോ ഞാനോ ഒന്ന് വായിക്കാൻ കേട്ടോ. ആ നീ തന്നെ. അപ്പോഴേക്കും പുളിക്കനെ വിളിക്കാൻ കേട്ടോ. പുളിക്ക അന്ന് ഇവരുടെ മാലയിടൽ ചടങ്ങിന് നോട്ടീസ് അടിച്ചത് നീയല്ലേ, അപ്പം ഇതിൻ്റെ നോട്ടീസ് നീ തന്നെ അടിച്ചോട്ടാന്ന് പറഞ്ഞിട്ട് ആ ശരി ഞാൻ അടിക്കാം പറയണേ. അപ്പോൾ പുളിക്കൻ പറയണേ, അതെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നുണ്ട്. ആര് എന്ന് ചോദിക്കട്ടോ. അപ്പം തേറാട്ട് ശ്രീധരൻ എന്ന് പറയും. അയാളോ? ആ അതെ കാണാൻ വന്നിരിക്കുന്നത്. ശരി താൻ പോയി പറയും ഇങ്ങോട്ട് വരാനായിട്ട് എന്ന് പറയട്ടോ. അപ്പോൾ ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ലേ എന്ന് നോക്കി വിക്രത്തിനോട്. വിക്രം പറയും, ആ കോള കമ്പനിക്കെതിരെ സമരം ചെയ്ത ആളല്ലേ? ആ അതെ അതെ. എന്തായാലും അയാൾ കയറി വന്നിട്ട് ശ്രീനി സാറിനെ കാണാണ്ടാവും. ശ്രീനി സാർ എഴുന്നേറ്റ് നിന്നിട്ട് ആ സാർ എന്താ കാര്യം വന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരട്ടെ എന്ന് ചോദിക്കും. കാര്യമൊന്നുമില്ല കേട്ടോ, സാറിനെ പോലുള്ളവർ ഇങ്ങോട്ട് കയറി വരുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ? നിങ്ങൾക്ക് അഭിമാനമായിരിക്കും, പക്ഷേ എനിക്കത് അഭിമാനമൊന്നും അല്ല എന്ന് പറയാം കേട്ടോ. ആ എന്തായാലും സാറ് വന്ന കാര്യം പറയുമെന്ന് പറയും കേട്ടോ. ദേ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഗുണ്ടയെ ആണോ ഇനി യൂണിയൻ നേതാവായി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീ സാർ ഇതിനെ ഒന്നും ഇടുന്നില്ല. അല്ല എനിക്കതറിയണം, അതിനാണ് ഞാൻ വന്നതെന്ന് പറയും. അപ്പോൾ ശ്രീ സാർ പറയും, അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങളല്ലേ സാറേ, അതൊന്നും എന്നെ മാത്രം സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല, പാർട്ടി തീരുമാനിച്ച കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറയും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ പോലെയല്ലല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, നിങ്ങളുടെ തോന്നിയാസങ്ങളല്ലേ എല്ലാ രീതിയിലും നടത്തുന്നത്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, നാട്ടുകാരെ പറ്റിച്ച് അഴിമതിപ്പണം പിരിച്ചെടുത്ത കാശ് കൊണ്ട് നിങ്ങൾ പാർട്ടിയുടെ നേതാവാനായിട്ടും അല്ലെങ്കിൽ അവൻ പാർട്ടിയുടെ യൂണിയൻ്റെ നേതാവാനായിട്ടൊന്നും ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ നിൽക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീ സാറ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം? എന്തായാലും ഞാനതിനെ അനുവദിക്കില്ല, ഏതറ്റം വരെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പൊരുതും എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണേ. പിന്നെ കാണിക്കുന്നത് വേദ ഓട്ടോയിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ വേദയുടെ അടുത്ത് വന്നിട്ട് അയാൾ ചോദിക്കും, കുട്ടി ഈക്ക് വേണ്ടിയിട്ട് ഈ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്കൊന്ന് പോകാനാണെന്ന് പറയും. ഇല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നാണെന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേദയ്ക്ക് ഓർമ്മ വരികയാണ് കേട്ടോ, തേറാട്ട് ശ്രീധരനല്ലേ എന്ന് ചോദിക്കുകയാണ് അയാളോട്. അതെ ഞാൻ എൻ്റെ വീട്ടിൽ സാറ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, മാത്രമല്ല സാറിനെ ക്ഷണിക്കാനായിട്ട് ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അച്ഛനെ കാണാനാണ് സാറ് വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറയും. കുട്ടി ഇങ്ങോട്ടാണ് വന്നത്? ഞാൻ ഇങ്ങോട്ടാ അച്ഛൻ എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ ജില്ലാ ജഡ്ജി. ഓ ജില്ലാ ജഡ്ജിൻ്റെ മോളല്ലേ, ഏത് വീട്ടിലേക്ക് വന്നത്? ഞാൻ ഈ വീട്ടിലേക്ക്. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കുട്ടി ഇതുപോലുള്ള സാമൂഹ്യദ്രോഹികളുടെ വീട്ടിലേക്ക് വന്നത് എന്ന് പറയട്ടോ. ഓ ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മോള് ശ്രീനി സാറിൻ്റെ ഗുണ്ടയുമായിട്ടാണ് ഒളിച്ചോടിയെന്ന് കേട്ടിട്ടുണ്ട്. ഓ അപ്പോൾ അതുകൊണ്ട് വന്നതായിരിക്കും അല്ലേ, കഷ്ടം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഓട്ടോയിൽ കയറുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.